നട്ടുച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യം എല്ലായിടങ്ങളിലും ചർച്ചയിഭവിക്കുന്നത് ജമ്മു കാശ്മീരിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ അഭിമാനമായ ശിരസ്, പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ കാഴ്ചകളുടെ നയന സൗന്ദര്യത്തെ ഒരുക്കി നമ്മയിലേവരെയും കാത്തിരിക്കുന്ന കാശ്മീരിന്റെ താഴ്വാരത്തെക്കുറിച്ചാണ്. മനോഹരമായ പ്രകൃതിയുടെ മരതക പച്ചപ്പിലൂടെ മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന ഗിരിശിഖരങ്ങളിൽ മഞ്ഞു പുതച്ചു നിൽക്കുന്ന വിസ്മയകരമായ കാഴ്ച നമ്മുടെയൊക്കെ കണ്ണിനെ കുളിരണിയിക്കാറുണ്ട്. അത്തരം റീൽസുകളും അത്തരം വീഡിയോകളും കണ്ട് കാശ്മീർ ഒരിക്കലെങ്കിലും ഒന്ന് കാണണമെന്ന അടങ്ങാത്ത അഭിനിവേശത്തോടു കൂടി നിൽക്കുന്ന മലയാളി നമുക്കിടയിൽ ഉണ്ടാകില്ല എന്നതാണ് പരമമായ സത്യം. ഇവിടെയാണ് ഇന്ന് രാജ്യം ഒന്നടങ്കം, ലോകം ഒന്നടങ്കം പെഹൽഗാം എന്ന് പറയുന്ന അതിലെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചക്ക് നിമിത്തമായത്, അതിന് നിദാനമായത് അവിടെ ഉണ്ടായ ഒരു കൂട്ടക്കുരുതിയാണ്, ഭീകരാക്രമണമാണ്. 30ഓളം ആളുകളാണ്, ഇന്ത്യക്കാരനായ എന്റെയും നിങ്ങളുടെയും സഹോദരന്മാർ, 30ഓളം ആളുകളുടെ ശിരസ്സുകളിലേക്ക്, അവന്റെ ശരീരത്തിലേക്ക് മജ്ജയും മാംസവുമുള്ള വേദന കൊണ്ട് പുളയുന്ന, നമുക്കൊക്കെ നോവുന്ന അതേപോലെയുള്ള ഒരു ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ പായിച്ച് ആത്മനിർവൃതി കൊണ്ട ഭീകരന്മാരോട് രാജ്യം ഒന്നടങ്കം വിയോജിപ്പ് പറയുകയാണ്. അവന്റെ ജാതിയോ മതമോ അല്ല പ്രശ്നം, വെടികൊണ്ടവൻ എന്റെ സഹോദരനാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ പദാവലിയെ ഹൃദയംഗമമായി സ്വീകരിക്കുന്നവരാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പിടഞ്ഞു വീണവനെ, വീരമൃത്യു വരിച്ചവരെ, ശിരസിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ആ മനോഹരമായ ഭൂമികയിൽ ജീവനാഹുതി വരുത്തിയ പാവം മനുഷ്യരെ, നിങ്ങളുടെ കൂടെ ഈ ജനതയുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങൾക്ക് മുന്നിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ നോവിന് മുന്നിൽ, നിങ്ങളെ കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ മുന്നിൽ നിങ്ങളുടെ ചേതനയേറ്റ ശരീരം കൊണ്ടുപോയി വെക്കുമ്പോൾ അതിലല്ലാത്ത ഒരു വേദനയോടുകൂടി ഈ രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഇതിന്റെ നാൾവഴികളിലൂടെ എന്താണ് സംഭവിച്ചത്, അതിന്റെ പിന്നിലെ ചരിത്രത്തിലൂടെ, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകണം. പെഹൽഗാം നട്ടുച്ചയിൽ ചർച്ചയിഭവിക്കുകയാണ്. ഇവിടെ നമുക്ക് കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യണം. കാശ്മീരിന്റെ സൗന്ദര്യത്തിന്റെ ആ മരതക പച്ചയിൽ ചോര വീണത് എന്തുകൊണ്ട് എന്ന് നമുക്കറിയണം. പിടഞ്ഞു വീണ മനുഷ്യന്റെ സങ്കടങ്ങളുടെ കൂടെ നമുക്ക് നിൽക്കണം. രാജ്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സ്വത്വത്തിലൂടെ മുന്നോട്ട് പോകണം. നമുക്ക് ഇതിനെ അപഗ്രഥിക്കാം. എന്തുകൊണ്ട് വർത്താനം? സുഖം. നമ്മൾ ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് വരുന്നത്. അതായത് ഞാനും നീയും അടങ്ങുന്ന ഒരു ചർച്ച, ഒരു പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം, പെരുന്നാളിന് ശേഷം ഞാനും നിങ്ങൾ ഒരുമിച്ച് വരുന്നത്. ഏതായാലും പെഹൽഗാം ഈ ഒരു ചർച്ച ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മുഖത്തൊരു പുഞ്ചിരിയെ, ഒരു സന്തോഷത്തിന്റെ ഒരു ഭാവ പകർച്ചകൾ കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ഈ നട്ടുച്ചയുടെ മുന്നിൽ ഒരു പ്രതീകാത്മകമായ ഒരു മെഴുകുതിരിയെ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അതിലും നമുക്കറിയാം അതൊരു ദുഃഖത്തിന്റെ സിമ്പലാണ്, അല്ലെങ്കിൽ ഒരു വെളിച്ചം. ആ ഒരു മെഴുകുതിരി എന്തുന്നത് നമുക്കിടയിൽ അകാലത്തിൽ ചരമമടഞ്ഞ ഒരു വലിയൊരു ആസ്വാദനത്തിന്റെ നടുവിൽ അവരെ നനച്ചിരിക്കാത്ത നേരത്ത് അവിചാരിതമായി വന്നിടിച്ചു കയറിയ ഭീകരന്മാർ അവരൊരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. കാരണം ഭീകരന്മാർ അവിടേക്ക് വന്നത് പട്ടാളക്കാരന്റെ വേഷത്തിലായിരുന്നു എന്നാണ്. പട്ടാളക്കാരന്റെ വേഷം രാജ്യം ഭരിക്കുന്ന നമ്മളൊക്കെ ഏറെ ആദരവോടുകൂടി കാണുന്ന, നമുക്കൊക്കെ ഏറ്റവും ആത്മാഭിമാനം നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന പട്ടാളക്കാരന്റെ വേഷം ധരിച്ച് വന്ന് അവരോട് നിന്റെ മതം ഏതെന്ന് ചോദിച്ചു അത്രേ. നിങ്ങൾ മനസ്സിലാക്കണം അതിലൊരു അപകടം. എന്നിട്ട് ആ മതം ചോദിച്ച് അവന് ഹിന്ദുവാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റു മതസ്ഥനാണെന്ന് പറയുമ്പോൾ, മുസ്ലിമേതര മതസ്ഥനാണെന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിലേക്ക് വെടിയുതിർക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ഒരു മുസ്ലിം ആവുക? അതിന് ഉപോത്ഭകമായി ഇത് ചില ആളുകൾ ഇതിനെ മറ്റൊരു നരേശിലേക്ക്, ഒരു വോട്ട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയി ഇതിനെ ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ, തനിക്കെങ്ങനെയെങ്കിലും ഒരു അപരദ്വേഷം, ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കാൻ ഇതൊരു നിമിത്തമാകുമോ എന്ന് തക്കം പാർത്ത് നിൽക്കുന്നവർ ഇതിനെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചോദിക്കാം, ഇതിന് ഉപോത്ഭകമായി അല്ലെങ്കിൽ ഇതിനെ സഹായകമാകുന്ന ചരിത്രത്തിൽ ഒരു അധ്യായം ചൂണ്ടിക്കാണിക്കാൻ പ്രവാചകരുടെയോ സ്വഹാബാക്കളുടെയോ ചരിത്രത്തിൽ അങ്ങനെ ഒന്നിനെ കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നത്. ഏതായാലും നമുക്ക് പെഹൽഗാമിലെ ചർച്ചയിലേക്ക് പോകാം. പെഹൽഗാം നടന്ന ഒരു ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അന്നത്തെ ആ ഒരു ചർച്ച ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആദ്യമായിട്ട് പോകാനുള്ള എന്താണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാശ്മീർ എന്തായിരുന്നു എന്നുള്ള നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ അടുത്തായിട്ടുള്ള കാശ്മീരിന്റെ അവസ്ഥ. കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരുപാട് പാക്കേജുകൾ കാശ്മീർ സന്ദർശനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് വിവിധ സമയങ്ങളിലെ കാശ്മീരിന്റെ പാക്കേജുകൾ ഉണ്ടായിരുന്നു. വിന്റർ സമയത്തുള്ള കാശ്മീർ എന്താണ്, സമ്മർ സമയത്തുള്ള കാശ്മീർ എന്താണ്. നമ്മളെപ്പോഴും ഈ ഒരു അടുത്തായിട്ട് ഈ പഹൽഗാം ഈ അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നത് കാശ്മീർ ആയിരുന്നു. വിന്റർ സമയത്ത്, അതായത് മഞ്ഞ് പുതച്ച് കിടക്കുന്ന കാശ്മീർ, അതുപോലെ നമ്മുടെ സമ്മർ സമയത്ത് കാശ്മീർ, ട്യൂലിപ്പ് പൂക്കളും അതേപോലെ ആപ്പിൾ തോട്ടങ്ങളും
ഹരിതാപങ്ങൾ നിങ്ങൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഈ കാശ്മീർ നമ്മളെല്ലാരും പിന്നെ അവിടെ രസം കാശ്മീരിനെ നമ്മള് ഏത് രീതിയിൽ വർണ്ണിച്ചാലും അത് കാശ്മീരിലേക്ക് ആ വർണ്ണന മതിയായി എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ ഒരു ഓരത്തേക്ക് കാശ്മീരിന്റെ ഭംഗിയുടെ ഒരു ഓരത്തേക്ക് ആ വർണ്ണനയുടെ വാക്കുകൾ ചേർന്ന് നിൽക്കുന്നില്ല. അതായത് ഒറ്റയടിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ അവാച്യമായ, അനിർവചനീയമായ, വാക്കുകൾക്ക് അതീതമായ എന്നൊക്കെയാണ് കാശ്മീർ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ വാക്ക്, നമ്മുടെ നിഘണ്ടുവിലെ പദാവലികൾ കൊണ്ട് കാശ്മീരിനെ വർണ്ണിക്കുക എന്ന് പറയുന്നത് കാശ്മീരിനെ നമ്മൾ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ അതിനെ ഇകയത്തിന് തുല്യമാണ്. കാരണം അതിനും അപ്പുറമാണ് കാശ്മീർ എന്ന സൗന്ദര്യത്തിന്റെ മാസ്മരികത. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാശ്മീർ നമ്മൾ പോയി നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് എടുക്കുക, കാശ്മീർ എവിടെയൊക്കെ നമ്മൾ സന്ദർശിക്കണം, പ്രകൃതിയുടെ വിവിധ തലങ്ങളിലുള്ള സ്ഥലങ്ങളായിരിക്കും. ഇപ്പൊ ഗുൽമർഗ്, സോൻമർഗ്, നമ്മുടെ പെഹൽഗാമൊക്കെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പെഹൽഗാമിൽ പോയിട്ടുണ്ടോ? നമ്മളെ കാശ്മീർ ട്രിപ്പിൽ നമ്മള് പെഹൽഗാമിൽ പോയിട്ടുണ്ട്. നമ്മള് പോയിരുന്ന ഈ സമയമല്ല, നമ്മള് വിന്റർ സമയത്തായിരുന്നു. അതായത് ആ അറ്റാക്ക് നടക്കുന്ന പൈൻ ഫോറസ്റ്റുകളുടെ സെന്ററിൽ വരുന്ന ആ മൈതാനുണ്ട്, കംപ്ലീറ്റ് മഞ്ഞ് പതിച്ചെടുക്കാൻ. അതായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വെള്ള പുതപ്പണിഞ്ഞ് കിടക്കുന്ന, നമ്മളൊരു ബെഡിൽ കിടക്കുന്ന അതുപോലെ കാശ്മീരിന്റെ ആ ഒരു ഭാഗം മാത്രം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. യഥാർത്ഥത്തില് അല്ലാമ ഇക്ബാൽ പാടിയ വരി ഇസ് ദുനിയാമേ മഗർ ജന്നത്തെ വപ്പസഹി എന്ന് പറഞ്ഞ, ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ, ഒരു മനോഹരമായ ഒരു പറുദീസയുണ്ടെങ്കിൽ അത് ഇതാകുന്നു എന്ന് കാശ്മീരിനെ നോക്കി പാടണമെങ്കിൽ ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു സ്വർഗീയ ആരാമം തന്നെയാണ് കാശ്മീർ. കാശ്മീർ എന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഒരുപാട് ബോളിവുഡ് ചിത്രങ്ങളെ, അതിലെ പാട്ടുകൾ എപ്പോഴും നമുക്ക് വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. പക്ഷെ ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഉൾപ്പെടുത്താതെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള വിരുന്നൊരുക്കിയിട്ടുള്ള പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള എവിടെ വെച്ചിട്ടാണ്? ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മലയാള ഫിലിംസിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നുള്ള ഷൂട്ടിങ് വന്നിട്ടുണ്ട്. നല്ല ലൊക്കേഷനാണ്. അപ്പൊ കാശ്മീരെ നമുക്ക് പറയാനുള്ളത് ഇത്തരം ഒരു പ്രകൃതിയും പിന്നെ അവിടുത്തെ ആളുകളുടെയൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തില് ഈ ടൂറിസ്റ്റിന്റെ വരവും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന അവര് ഇതിനെ ഭയങ്കരമായിട്ട് കണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കും മേ ബി ഈ ഒരു അറ്റാക്ക് നടന്ന സമയത്തുള്ള ആളുകളെ ഭയങ്കരമായിട്ട് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ 100 മീറ്ററിലും ഒരു പട്ടാളക്കാരനുണ്ടാകും കാശ്മീരിൽ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ? സത്യമായിട്ട്. അതായത് നമ്മൾ പറയുന്ന ഓരോ ജംഗ്ഷനും പോകുന്ന സമയത്ത് അവിടെ CRPFന്റെ ഒരു കൗണ്ടർ ഉണ്ടാവും. കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ബേസ് ഉണ്ടാവും, ബേസ് ക്യാമ്പ്. അവിടെ ആയുധധാരികളായിട്ടുള്ള, കാരണം അത്രക്കും പ്രൊട്ടക്ഷനിലായിരുന്നു എന്തുണ്ടായിരുന്നേ, കാശ്മീർ ഉണ്ടായിരുന്നേ. ഒരു തരം തീവ്രവാദ നീക്കങ്ങൾക്ക് അവിടെ എന്തായാലും സ്കോപ്പ് കൊടുക്കാത്ത രീതിയിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്. യഥാർത്ഥത്തില് കാശ്മീർ എന്ന് പറയുന്ന ഭൂമികയെ, ആ സുന്ദരമായ ഭൂമികയെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ചോര കൊണ്ട് ചെഞ്ചായം അണിയുന്നതിൽ ആത്മരതി കൊള്ളുന്ന, ആത്മസുഖം കൊള്ളുന്നത് ഒന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കമാണ്. പക്ഷെ പാകിസ്ഥാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ അതിനുള്ള പഴുതുകൾ എവിടെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അത് ബോധപൂർവമായിരിക്കില്ല, ഒരു പക്ഷേ ഒരു അപജയമാവാം, അപജയം സംഭവിച്ചേക്കാം, തിരുത്താനും നമുക്ക് കഴിയാറുണ്ട്. ഏതായാലും പെഹൽഗാമിലെ ഈ ആക്രമണം അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തീരാ ദുഃഖം, രാജ്യം എത്ര മുന്നോട്ട് സഞ്ചരിച്ചാലും ഈ ദിവസം വരുമ്പോൾ പെഹൽഗാം എന്ന പേര് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക്, ഇന്ത്യയിൽ ഒട്ടാകെ ആളുകളുടെ മനസ്സിലേക്ക്, സിരകളിലേക്ക് ഒരു ഊർജം പോലെ അവർ ഒരിക്കൽ സഞ്ചരിച്ച ആ സ്വർഗീയ ആരാമത്തിന്റെ ഓർമ്മകൾക്കപ്പുറത്തേക്ക് ആ പെഹൽഗ്രാം എന്ന് കേൾക്കുമ്പോൾ മുഖം വാടുന്ന, അല്ലെങ്കിൽ സങ്കടം കോറിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പെഹൽഗാം എന്ന നാമം മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തേക്ക് മാറിയിരിക്കുകയാണ്. ഏതായാലും പെഹൽഗാമിലെ ഒരു വിഷയം വരുമ്പോൾ അവിടെ ആ ആക്രമണം നടത്തിയ ആളുകൾ മുസ്ലിം നാമധാരികളാണ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളാണെന്ന് പറയാൻ പറ്റില്ല. അതായത് സ്വാമി അഗ്നിവേശ് പറയുന്നുണ്ട്. സ്വാമി അഗ്നിവേശ് എന്ന് പറയുന്ന RSSനെ എപ്പോഴും വിയോജിക്കുകയും RSS ഒരിക്കലും ഹിന്ദുയിസം അല്ല ഉയർത്തിപ്പിടിക്കുന്നത്, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ RSSനെ നഖശികാന്തം എതിർക്കുന്ന സ്വാമി അഗ്നിവേശ് അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് RSS വിരുദ്ധ പോരാട്ടം കൃത്യമായി നയിച്ചിരുന്ന മനുഷ്യൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും RSSകാർ ഹിന്ദുയിസത്തിന്റെ വക്താക്കളല്ല. അതായത് ഹിന്ദു എന്ന് പറയുന്ന മനോഹരമായ സനാതന സംസ്കാരമുള്ള, അപരനെ ദ്രോഹിക്കാത്ത, അപരന്റെ സങ്കടങ്ങളെ കൂടെ നിൽക്കുന്ന, അവരനെ ചേർത്ത് പിടിക്കുന്ന, അവന്റെ മതം അവനെ ചേർത്ത് പിടിക്കാൻ ഒരു തടസ്സമാകാത്ത ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളും മനോഹരമായ ഒരു ജീവിത രീതിയുമാണ് ഹിന്ദുയിസം എന്ന് അദ്ദേഹം നിർവചിച്ചു വെക്കുമ്പോൾ, ഇതൊന്നുമല്ല ഹിന്ദുത്വ എന്നതും അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നും നഖശികാന്തം RSSനെ വിമർശിച്ചുകൊണ്ട് ഒരു ഭയമേതുമില്ലാതെ ആ മനുഷ്യൻ ഈ തെരുവിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേര് ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനെ മതത്തിന്റെ പേരിൽ മതത്തിനെ പഴി കൽപ്പിക്കാൻ, അല്ല മതത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചില ആളുകളാണ് ഇത് ചെയ്തത്. ഒരിക്കലും ഇസ്ലാമിൽ അങ്ങനെ ഒരു മോട്ടീവ് സ്റ്റോറി
അപരൻ, അതായത് മറ്റൊരു മതസ്ഥനാകുമ്പോൾ അവന്റെ ശരീരത്തിലേക്ക് വെടിയുതിർക്കണം എന്നൊരു തിയറി അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്ര പിൻബലം ഇത്തരം ആളുകൾക്ക് ഊർജമായി ലഭിക്കാനില്ല. അങ്ങനെ ഇരിക്കെ രാജ്യത്തിലെ ചില ആളുകളും അതില് കൃത്യമായിട്ട് പറയാം, യഥാർത്ഥ മുസ്ലിം എന്താണ് എന്നതുകൂടി പെഹൽഗ്രാം വരച്ചു കാണിച്ചിട്ടുണ്ട് ഈ അപകടത്തിന്റെ മുന്നിൽ. യഥാർത്ഥ മുസ്ലിം ഏതാണെന്നും ഇസ്ലാമിന്റെ പേരിൽ വ്യാജ ഐഡന്റിറ്റി ഉണ്ടാക്കി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരാരാണെന്നും അവർ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ അജണ്ട നടപ്പിലായിട്ടില്ല. പെഹൽഗ്രാമിൽ ഒരു ദൈവ നിയോഗം പോലെ യഥാർത്ഥ മുസ്ലിമിനെ കൂടി പെഹൽഗ്രാമിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടി നമുക്ക് ചർച്ച പോകേണ്ടതുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാശ്മീർ അറ്റാക്കിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. തിരിഞ്ഞ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഉച്ച തിരിഞ്ഞ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ അറ്റാക്ക് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ പ്രാദേശികമായിട്ടുള്ള വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം 12 മണിക്കൂർ 2 മണിക്കൂർ ഇടയിലാണ് അറ്റാക്ക് നടന്നതെന്നൊരു വാദമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വാദമാണ് 2:45 ഈ അറ്റാക്ക് നടന്നതെന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റാക്ക് ഈ സംഭവം നടന്നു കഴിഞ്ഞ 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പുറം ലോകം അറിയുന്നത്. വൈകിട്ട് 4 മണിക്കേറ്റാണ് കാശ്മീരിന്റെ പോലീസിന്റെ ഉപവിഭാഗമായിട്ട് PCR വെടിയേറ്റ് വീണ് ഒരാളുടെ വൈഫ് വിളിച്ച് പറയുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനൊരു അറ്റാക്ക് നടന്നതെന്നുള്ളത് അറിയുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളികൾ പറയുന്ന അങ്ങനെയുള്ള അവരോടൊക്കെ പറയുന്നത് അവര് ഫയർ കേൾക്കുന്നു എന്നുള്ള ഫയറിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. പക്ഷെ എന്താ അവിടെ ടെററിസ്റ്റ് അറ്റാക്കാണ് നടന്നതെന്നുള്ളത് പോലും അവരെന്ത് ചെയ്യുന്നില്ല, ആ സമയത്ത് മനസ്സിലാക്കണമെന്നില്ല. അതായത് വലിയൊരു ഫയർ വർക്ക് നടക്കുന്ന പോലെ അല്ലെങ്കിൽ പടക്കം പൊട്ടുന്ന ശബ്ദത്തിന് ആ ഒരു പ്രതീതി ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള തോന്നിയത് ചിലർക്ക്. കാരണം ഈ ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് കാശ്മീർ ഈ പെഹൽഗാം എന്നുള്ള ഈ ഒരു പ്രദേശത്തെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം, അതിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണെന്നുള്ളത്. അതായത് പെഹൽഗാം ടൗണിൽ നിന്നും 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ടൂറിസ്റ്റ് പ്ലേസ് എടുക്കുന്നത്. ഇങ്ങോട്ട് വാഹന സൗകര്യമില്ല. ഒന്നല്ലേ കാൽനടയായിട്ട് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കുതിര സവാരി ഹോഴ്സ് റൈഡിലൂടെ അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയുള്ളൂ. പിന്നെ ഈ ഒരു ഭൂപ്രകൃതി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പൈൻ ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അതായത് ചുറ്റും ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോ ഈ ഒരു മേഖലയിൽ ജനങ്ങൾക്ക് എന്തില്ല, പുറത്തുള്ള അതായത് നമ്മൾ പറഞ്ഞ പെഹൽഗാം ടൗണിലോട്ട് എന്തില്ല പെട്ടെന്നുള്ള ആക്സസ് ഒന്നും ലഭ്യമല്ല. പിന്നെ ഈ പറയുന്ന അറ്റാക്ക് നടന്ന സമയത്ത് പലരും പറയുന്നുണ്ട് എല്ലാവരും വെടി ഒച്ചകള് അതായത് ഫയർ ശബ്ദം കേൾക്കുന്നതോടുകൂടി എല്ലാവരും കാടിനുള്ളിലോട്ടാണ് എന്ത് ചെയ്യുന്നത് ഓടി മറിയുന്നത്. പിന്നെ അവിടുന്ന് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത് ഈ ടൗണിലോട്ട് ഈ വിവരം അറിയിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന് നാട്ടുകാർ അറിയുന്നത്, ടൗൺ അറിയുന്നത്, പിന്നെ പോലീസ് അറിയുന്നത്, പട്ടാളം അറിയുന്നത് അതായത് സമയം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് തീവ്രവാദികളെ പെട്ടെന്ന് പിടികൂടാൻ കഴിയാതെ പോകുന്നു ആ ഒരു സാധനം കൊണ്ടാണ്. കാരണം അവരെന്ത് ചെയ്യുന്നു ഈ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഇപ്പൊ അവര് വന്ന് സൈനിക വേഷത്തില അവിടെയുള്ള ആളുകളെ സൈന്യത്തെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഭയം ഉണ്ടെന്നെങ്കിലും നമ്മളെപ്പോഴും നമ്മളെ സംരക്ഷണത്തിന് ഇവിടെ ഒരാള് ഉണ്ട്, ഒരു ആദരസൂചകമായിട്ടുള്ള ഒരു ഭയമാണ്, അല്ലാതെ അതായത് നമുക്ക് നമ്മുടെ പിതാവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടല്ലോ, അതായത് ഭയമല്ല വിത്ത് റെസ്പെക്ട് ആ ഒരു ഫിയർ, ആ ഒരു സാധനം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവര് വന്നത് തന്നെ അവരുടെ വേഷത്തില, ആർമിയുടെ വേഷത്തില. അതായത് അവരപ്പം മനസ്സിലാക്കുന്നത് എന്താ, ഇതില് വേട്ടക്കാരൻ ഏതാണ് രക്ഷകൻ ഏതാണെന്ന് പോലും തിരിച്ചറിയാത്ത വിധം ജനങ്ങൾ അരക്ഷിതാണ്. പിന്നെ പറഞ്ഞാൽ ഇപ്പൊ നല്ലൊരു സീസൺ ടൈമാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത്. ആ 2000-ൽ പര ആളുകളൊക്കെ ആ ഒരു സീസൺ ടൈം. അതായത് നമ്മള് മലയാളികൾ എപ്പോഴും കാശ്മീരിൽ കാണാൻ പോകുന്നത് വിന്ററിലാണ് കൂടുതലും പോവാറ്. പക്ഷെ മറ്റുള്ള ആൾക്കാർ കാരണം നമ്മള് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം, കാടും മലകളും ചുറ്റപ്പെട്ട ഒരു പ്രകൃതിയുടെ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് ചുറ്റിപ്പറ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗതുകം മഞ്ഞ് പെയ്യുന്ന വിന്റർ കാണാനും മലയാളികൾ എപ്പോഴും ആഗ്രഹിക്കും. പക്ഷെ ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പോകാറുണ്ട്. അവിടെ നടക്കുന്ന കൂടുതലും മറ്റുള്ള, അതുകൊണ്ടാണ് ഒരു മലയാളിയോ 1-2 മലയാളി ഫാമിലീസ് പൊതുവെ കുറവാണ്. പിന്നെ ഒന്നാമത് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ കാശ്മീർ ഇതിന്റെ ഒരു ട്രെൻഡായി മാറിയതുകൊണ്ടോ ആയിരിക്കാം തോന്നെ മലയാളികൾ അവിടെ കാണപ്പെട്ട്. ആകെ പറയുന്ന 6 പേരെ ഉണ്ടായിട്ടുള്ളൂ. 6 പേര് കുറഞ്ഞ സമയം കൊണ്ട് 29 പേരെ വധിച്ച് 17 പേരെ ആളുകൾക്ക് പരിക്ക്, അതിൽ 3 പേര് നില ഗുരുതരം. ഇവര് അറ്റാക്ക് ചെയ്യുന്നു, ഇവര് മറഞ്ഞു നിന്നു. അതായത് ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ആളുകൾ പറയുന്നുണ്ട് കെലിമ, അതായത് അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ കെലിമ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ചരിത്രത്തിൽ ഇന്നവരെ മതത്തിന്റെ
പേരിൽ വേർതിരിച്ചുകൊണ്ട് അറ്റാക്ക് നടക്കുന്ന ഫസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്ക് ഇതാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ബോംബെ അറ്റാക്ക് ടെററിസ്റ്റ് അറ്റാക്ക് നമ്മൾ കണ്ടാണ്, നമ്മുടെ രാഷ്ട്രപതി അതായത് പാർലമെന്റ് അറ്റാക്ക് നമ്മൾ കണ്ടാണ്, ബോംബെയിലുള്ള മറ്റു തീവ്രവാദി അറ്റാക്കുകൾ, അതായത് പിന്നെ പുൽവാമ നമ്മൾ കണ്ടാണ്. മറ്റെന്ത് തീവ്രവാദി അറ്റാക്കുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാലും ജാതി അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ വേർതിരിച്ചിട്ടുള്ള ഒരു അറ്റാക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഇതിൽ വളരെ ആസൂത്രിതമായിട്ട് അവർ നടന്നു. പല വീഴ്ചകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വരും സമയങ്ങളിൽ അത് ചർച്ച ചെയ്യാം. അതായത് ഇനി ആ മേഖല നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. ആ വീഴ്ചയെ അപലപിക്കുന്നില്ല, പക്ഷേ വീഴ്ചയെ അപലപിക്കാൻ പറഞ്ഞാൽ അതൊരു കൃത്രിമമാണെന്നോ മനഃപൂർവ്വമാണെന്നോ ഒരു ഇന്ത്യ രാജ്യക്കാരനിലെ രാജ്യത്തെ അങ്ങേയറ്റം ഉത്കടമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം പക്ഷേ അതേസമയം ഈ ഒരു എവിടെയോ ഒരു പാളിച്ച നമുക്ക് സംഭവിച്ചു എന്ന ഒരു പരമസത്യത്തെ ഒരു ദുഃഖത്തോടു കൂടി ഒരു വേദനയോടുകൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ അതിൽ നമുക്ക് ഒന്ന് പറയാനുള്ള ടെററിസ്റ്റ് ഇതിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് വ്യക്തമായിട്ട് നടന്നു എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ പോയിന്റ്. അതായത് മതത്തിന് തമ്മിൽ ഇന്ത്യക്കാർ പോരടിക്കണം എന്ന് അവര് പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മുമ്പ് ഒരിക്കലും ടെററിസ്റ്റ് അറ്റാക്ക് ഇങ്ങനെ മതം വേർതിരിച്ചാണ്ട് അറ്റാക്ക് നടന്നില്ല. അവരെന്താണ് ഉദ്ദേശിച്ചത്, മതം വേർതിരിച്ചാടുന്ന ഇന്ത്യക്കകത്തുള്ള ഫൈറ്റ് നടക്കും എന്നുള്ള അവര് കണ്ടു. കാരണം ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ മുസ്ലിംസിനാണെങ്കിലും മറ്റു മതങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കാണ്. കൃത്യമായിട്ട് അത് നടന്നും ചെയ്തു. അതായത് ആ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ എരിതിയിലേക്ക് എണ്ണ ഒഴിക്കാനുള്ള ഒരു കാരണമായിട്ട് ചിലരുടെ അജണ്ടകളിൽ ഉണ്ടാക്കി വെച്ച ഒരു ആക്രമണമാണോ അല്ലെങ്കിൽ ഭീകരാക്രമണം ആണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇതിനു മുമ്പ് നമ്മുടെ പുൽവാമ ആക്രമണമൊക്കെ ഒരു ക്രിയേറ്റീവ് ആണോ അല്ലെങ്കിൽ അതിനൊക്കെ പിന്നില് ബോധപൂർവ്വം അങ്ങനെയൊക്കെ ചില ചർച്ചകളൊക്കെ കഴിഞ്ഞ കാലത്ത് നടന്നു പോയിട്ടുണ്ട്. ഏതായാലും അത്തരം ഒന്നാണോ എന്നും നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതുകൊണ്ടും അമിത്ഷായാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്നതുകൊണ്ടും നമുക്ക് അങ്ങനെ ഒരു ചിന്തക്ക് വഴിയില്ല എന്ന് അടച്ചു വെക്കാൻ കഴിയില്ല. കാരണം ഇവരാരാന്നുള്ളത് രാജ്യത്തിന് അറിയുന്നതാണ്. കാരണം ധ്രുവീകരണം ഉണ്ടാക്കുകയും ഭിന്നിക്കുകയും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ആശയത്തിലൂടെ മാത്രം രാജ്യത്തിൽ അധികാരത്തിലിരിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഈ എന്റെ കാഴ്ചപ്പാടില്ലേ ആ ഒരു സാധനം ഇവര് ഡിവൈഡ് ആൻഡ് റൂൾ അവര് മുന്നോട്ട് വെച്ചു. പക്ഷെ തീവ്രവാദികൾ ഇത് അതിൽ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. കാരണം നമ്മള് ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ എത്ര സൈന്യത്തെ സപ്പോർട്ട് ചെയ്താലും ഇപ്പോ നമ്മുടെ ഒരു രാജ്യമാണ്. അപ്പൊ അതിലുണ്ടായ മിസ്റ്റേക്ക് നമ്മളെ ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോ നമ്മള് ശരിക്കും അന്നുണ്ടായി എന്തുകൊണ്ട് ഇത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് സൈനികരുണ്ടായില്ല. അതായത് സൈനിക വേഷത്തിൽ വന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കാശ്മീർ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നമ്മള് എന്തായാലും ആർമി അത്രത്തോളം റോന്ത് ചുറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു സൈനിക വേഷത്തിൽ ആളുകൾ വരുമ്പോ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള ഭയങ്കര കോൺഫ്ലിക്റ്റാ. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാല് ഇപ്പോ നമ്മളൊരു സോൾജിയറായിട്ട് പരിചയപ്പെട്ടു അവരോട് 2 സ്പെഷ്യൽ അന്വേഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാല് അപ്പൊ അവര് പറയും ഇവിടെ വേറെ മലയാളി ഉണ്ട്. എന്നിട്ട് അവരൊരു മലയാളി സൈനികനെ നമ്മളെ വിളിച്ച് അവര് നമ്മൾ പരിചയപ്പെടും. പക്ഷെ അനുഭവങ്ങളുണ്ട്. ഇപ്പോ നമ്മള് കാശ്മീർ കാണാൻ പോയ സമയത്ത് നമുക്കുണ്ടായ കാര്യങ്ങളാ. അതായത് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെ കാണാൻ നമ്മൾ ആർമിനോട് ചോദിച്ചിട്ട്, അതായത് അവിടുത്തെ ആളുകൾ നമുക്ക് കുറെ സ്ഥലം പറഞ്ഞു തരും. പക്ഷെ ആർമി അവിടെ ഒരു ഗസ്റ്റ് ആയിട്ടായിരുന്നു. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ അവരവിടെ സർവീസ് നടത്തുന്നു, അവർ തിരിച്ചു വരുന്നു. അപ്പൊ മിക്കവാറും അവരെന്ത് ചെയ്യുന്നു, അവരെ ഒഴിവ് സമയങ്ങളിൽ അവർ കാശ്മീർ കാണാനും അത് ആസ്വദിക്കാനും പോകുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ചോദിച്ച് ഇവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെ. അപ്പൊ അവര് നമുക്ക് പറഞ്ഞ കുറെ സ്ഥലങ്ങളുണ്ട്, അത് പോയി കണ്ടതാണ് നമ്മള്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആർമി വേഷത്തിൽ വരുമ്പോൾ അവർക്ക് ഈ തീവ്രവാദികളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നത് കൃത്യമായിട്ടും സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയോ ഒരു അജണ്ടയോ ആണ് എങ്കിൽ ആ അജണ്ട വിലപ്പോയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവർ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജനതയെ, ഒരു വിശ്വാസ സംഹിതയെ വിശ്വസിക്കുന്ന ഒരു ജനതയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അതിനെ അപലപിക്കാൻ, അതിനെ ഹീനമായി ചിത്രീകരിക്കാനാണ് ഈ അജണ്ടയുടെ ആളുകൾ താല്പര്യപ്പെട്ടതെങ്കിൽ അത് നടന്നിട്ടില്ല. കാരണം അതിന് ഓപ്പോസിറ്റ് യഥാർത്ഥ മുസ്ലിം എന്താണെന്നത് കൂടി പെഹൽഗാം വരച്ചു കാണിച്ചു. അതിലാണ് നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ആളാണ് അവിടെ വന്നിരുന്ന മഞ്ജുനാഥ് തന്റെ മകന് കിട്ടിയിരിക്കുന്ന ഒരു അഭിമാനകരമായ നേട്ടം, ഒരു ടൂർ പോയിട്ട് നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ മഞ്ജുനാഥ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ മകന് കിട്ടിയിരിക്കുന്ന ഒരു അച്ചീവ്മെന്റ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പെഹൽഗാമിൽ എത്തുന്നത്. തന്റെ ഭാര്യ പല്ലവി ഉണ്ട്, അവരുമായിട്ട് ആഘോഷിക്കുന്ന നേരത്താണ് പല്ലവി അത് പറയാണ്. അദ്ദേഹത്തിന് ഈ സംഭവത്തിന് ശേഷം പറയാണ്, എന്റെ ഭർത്താവിന് നേരെ അവർ വെടിയുതിർത്തു. ആ വെടിയുതിർത്ത് എന്റെ ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ഞാൻ വിറങ്ങൊലിച്ചു നിൽക്കുമ്പോൾ എന്റെ അടുത്തേക്ക് ഓടി വന്നത് 3 മുസ്ലിം ചെറുപ്പക്കാരാണ്.
അവർ ബിസ്മില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അവരുടേതായ ഒരു മതപരമായ ഒരു ഭയപ്പാടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ ചൊല്ലുന്നതൊക്കെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ മകനെയും പല്ലവിയെയും, അതായത് മഞ്ജുനാഥിന്റെ ഭാര്യയെയും അവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി അവരെ സുരക്ഷിതമായി നിർത്തുന്നത് ഇതേ മുസ്ലിങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പഹൽഗാമിൽ ഈ ഏത് സമുദായത്തെയാണ് ചിലരൊക്കെ വിരൽ ചൂണ്ടി ആക്രമണം മുനകി നിർത്താൻ അല്ലെങ്കിൽ അപലപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിലേക്കല്ല ഈ രാജ്യം വിരൽ ചൂണ്ടുകയും രാജ്യം ചിന്തിക്കുകയും രാജ്യത്തിലെ മനുഷ്യത്വമുള്ള മനസ്സുകളൊക്കെ ഉറ്റുനോക്കുന്നത് ഈ മഞ്ജുനാഥിന്റെ ഭാര്യയെ പല്ലവിയെ സുരക്ഷിതമായി നിർത്തിയ ആ 3 ചെറുപ്പക്കാരിലേക്കാണ്. അവിടെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഈ അവിടെയുള്ള അറ്റാക്ക് നടന്ന സമയത്തുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ, അല്ലെങ്കിൽ അവിടുന്ന് പിന്നീട് വന്ന വാർത്തകളൊക്കെ നമുക്ക് ഇത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതായത് എല്ലാവരും, അതായത് മുസ്ലിം എന്ന് പറയുന്നത് എനിക്കൊരു വിരോധാഭാസം ഉണ്ട്. കാരണം അങ്ങനെ ഒരു വേർതിരിവ് ഈ സമയത്ത് ഉണ്ടാക്കുന്നത് വളരെ അഭിനവീയമായിട്ടുള്ള കാരണം. അതായത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് എല്ലാവരും പരസ്പരം സഹായിക്കുന്നുണ്ട്. പിന്നെ കാശ്മീരിന് ശ്രീനഗറിൽ പലപ്പോഴായിട്ട് ആർമിക്കെതിരെ തിരിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആളുകൾ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത് പ്രമാണിച്ച് പാകിസ്ഥാന്റെ പതാകയൊക്കെ നടുറോട്ടിലിട്ട് കത്തിക്കുക, അത്രത്തോളം ആളുകളെ അവരെ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംഭവം ആദ്യമായിട്ട് കാണാൻ കഴിയുന്നു. യഥാർത്ഥത്തില് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ ഏറ്റവും, അല്ലെങ്കിൽ ഈ ഭീകരവാദികളെ, മുസ്ലിങ്ങളെന്നല്ല ഭീകരവാദികളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കാശ്മീരിലെ ഈ നിഷ്കളങ്കരായ മുസ്ലിങ്ങളാണ്. കാരണം അവരൊന്ന് ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ കരപിടിച്ച് വന്ന് ഈ ടൂറിസ്റ്റുകളൊക്കെ സേവിച്ച് അവർ കിട്ടുന്ന സാമ്പത്തികമായി അവരുടെ ജീവിതവും ഒക്കെ ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് അവരുടെ കുടുംബം മാറുമ്പോഴേക്ക് ഒരു ഭീകരാക്രമണം, ഈ ഭീകരാക്രമണം വന്നതോടുകൂടി ആ സംസ്ഥാനം അനിശ്ചിതത്വത്തിലായി. വലിയ അർത്ഥത്തിൽ പട്ടാളക്കാരാൽ വിന്യസിക്കപ്പെട്ട് സുരക്ഷിതത്വമില്ലാതെ ഒരു സുരക്ഷിത വ്യവഹാരം നടക്കാതെ ഇഷ്ടംപോലെ ആളുകൾ അവിടേക്ക് ഒരു ഭീതിയോടുകൂടി ആളുകൾ കാണും. അപ്പൊ അവിടെ സ്വൈര ജീവിതത്തെയാണ് ബാധിക്കുന്നത്. ഒരിക്കലും ഈ ഭീകരർക്ക് സേവിക്കാനോ ഭീകരർക്ക് പിന്തുണ കൊടുക്കാനോ ഈ കാശ്മീരിലെ മുസ്ലിങ്ങൾ സന്നദ്ധമാകുമെന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ്. ഒരിക്കലും അങ്ങനെ ആരെങ്കിലും ഒരു നരേശനയ്ക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് തികച്ചും ഏതോ അയാൾക്ക് എന്തോ ബുദ്ധിപരമായിട്ട് എന്തോ ഒരു മോശം ഉണ്ടെന്നുള്ളത് ആ ചിന്തിക്കുന്ന ആൾക്ക് നമുക്ക് കൊടുക്കാം. നമ്മൾ നോക്കണേ, അന്ന് ആ ആക്രമണം ഉണ്ടായ അന്ന് രാത്രി ആ കാശ്മീരിലെ ആ പഹൽഗാമിന്റെ താഴ്വാരത്തുള്ള പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേട്ട ശബ്ദം നമ്മുടെ നാടിനെ ആക്രമിച്ച ഭീകരർ ഈ നാടിന്റെ ശത്രുക്കളാണ്. നമ്മുടെ നിന്ന് നാട്ടിൽ വന്ന് ഈ ഭീകരാൽ കൊല്ലപ്പെട്ട ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ സ്വരം മുഴങ്ങുകയാണ്. ആ താഴ്വാരത്ത് നിന്ന് മെഴുകുതിരി എന്തി മരിച്ചുപോയ ആളുകൾക്ക് അല്ലാത്ത ആ ദുഃഖത്തിൽ പങ്കാളികളായിട്ട് ആ കാശ്മീരിലെ മുസ്ലിങ്ങളും അവിടുത്തെ എല്ലാ മനുഷ്യരും അണിചേരുമ്പോൾ ആ നാട് കൊടുക്കുന്ന ഒരു ഇമോഷണൽ, അല്ലെങ്കിൽ ആ നാട് കാണിക്കുന്ന ഒരു നിഷ്കളങ്കത, ആ നാട് കാണിക്കുന്ന രാജ്യത്തോടുള്ള കൂറ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്കിനെ, ആ പദത്തെ അന്വർത്ഥമായി ജീവിതത്തിൽ ഒരു കപടതകൾക്കും വിട്ടുകൊടുക്കാതെ എല്ലാത്തിനും അതീതമായി ഇന്ത്യയുടെ സ്വത്വത്തോട് ചേർന്ന് നിൽക്കുന്ന രാജ്യത്തെയും ആ ജനതയെയും ആളുകൾ ഈ ഭീകരർ എന്താണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ അവർക്ക് ഉണ്ടാകുന്ന നേട്ടം, അവിടെയാണ് നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവിലേക്ക്, ആ ഒരു വീക്ഷണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കലും ഇതുകൊണ്ട് ഒന്നും നേടാനില്ല. നമുക്ക് പറയാൻ പറ്റും ഒരുപാട് തെളിവുകൾ. ഇവിടെ പാകിസ്ഥാൻ ചാരസംഘടനക്ക് ലഷ്കർ എ തൊയ്ബ അങ്ങനെ തുടങ്ങി പലർക്കും ഈ ഇന്ത്യ രാജ്യത്തിലെ പല നമ്മുടെ ഒരുപാട് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതിലൊക്കെ പല ആളുകളുണ്ട്. അതിലൊന്നും ജാതിയോ മതമോ വേർതിരിക്കേണ്ടതില്ല. ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, ഹൈന്ദവരായിട്ടുള്ള ആളുകൾ. സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വാക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. കാരണം രാജ്യത്ത് ഒറ്റുകൊടുത്തവരാണ്, രാജ്യദ്രോഹികളാണ്. അപ്പോ ഇതിനെ ഒരിക്കലും മതത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ കാണേണ്ടതില്ല. ഇത് ചിലർക്ക് സംഭവിക്കുന്ന ചില സ്വന്തം കാര്യങ്ങൾ, അതെ, അതായത് സ്വന്തം ലാഭത്തിന് അതിനെന്തെങ്കിലും സാമ്പത്തിക നേട്ടം കിട്ടി, സാമ്പത്തിക നേട്ടം, അതായത് ഇത്തരം ഡാറ്റാബേസ് ഒക്കെ ചോർത്തി കൊടുക്കുന്ന ആളുകൾക്ക് നല്ല ഫണ്ട് കിട്ടും. അവരിപ്പോ ഒരു മതത്തിന്റെ സേവനമായിട്ടോ ഒന്നുമല്ല കാണാം. അതായത് അവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചേർക്കാം. ഇത് നമ്മുടെ മാധ്യമങ്ങളിലെ പല വാർത്തകൾ, ഇപ്പോ കേരളത്തില് വിഷയങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു അറ്റാക്ക് നടന്നു, എന്നിട്ട് ചാനൽ ചർച്ചയിലൊക്കെ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള കുറെ ആളുകൾ സംഗതി ചെറുക്കാർ ഇസ്ലാമിനായിട്ട് ചിലപ്പോ അവർക്കൊരു അത് കിട്ടുന്ന അവസരത്തിലാണ് ഛർദിക്കുക എന്നൊരു പദം ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ഛർദിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു അമർശ ഉണ്ടാവും. ഞാൻ എങ്കിലും ആ ഒരു ചെയ്യുന്ന ചെയ്തിയെ ഇതിലും നികൃഷ്ടമായ ഒരു പദം കൊണ്ട്, അല്ലെങ്കിൽ അതിനോട് സ്യൂട്ടായിട്ടുള്ള ഒരു വാക്കിന്റെ ഇല്ലാത്തതുകൊണ്ടാണ്. അതിനിടയിൽ കുറെ ആളുകൾ വന്നിട്ട് ഈ ഒരു അറ്റാക്ക് നടന്ന് അവിടെ കമന്റ് ബോക്സിൽ ഇതിനേക്കാൾ വലിയൊരു ടെററിസ്റ്റ് അറ്റാക്ക്, അതായത് ഇപ്പുറത്തുനിന്ന് കുറെ ആൾക്കാര് ഇസ്ലാമിനെ തെറി വിളിക്കുന്നു, കുറെ ആൾക്കാർ ഇപ്പുറത്തേക്ക് തെറി വിളിക്കുന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും അവര് തമ്മിൽ ചളി വാരി തരിക. ഞാൻ കൃത്യമായിട്ട് കയറി ഇവര് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത്. രാഷ്ട്രീയ മുതലെടുപ്പ് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ മുതലെടുപ്പിനേക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ ഈ ഒരു ഐക്യത്തെ തകർക്കുന്നത്. അതിന്റെ പിന്നിലെ താല്പര്യം രാഷ്ട്രീയമാണ് സുഹൃത്തെ. ഞാൻ ചോദിക്കുന്നതേ, അവരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു അമർഷം. ഒരു കാലത്ത് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നേരെ ഒരു ഉന്നം വെക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ലല്ലോ. കാരണം എന്താണ്, അന്നത്തെ രാഷ്ട്രീയം ഇവരെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമായിരുന്നു അവിടെ മനസ്സിലേക്ക് മന്ത്രിച്ചു കൊടുത്തിന്, അവിടെ ക്ലാസ്സുകളിൽ നിന്ന് അതായിരുന്നു. പക്ഷെ അതിന് കാലം ഇങ്ങോട്ട് സഞ്ചരിച്ച് ഇപ്പൊ ഒരു സമകാലിക ഇന്ത്യയിൽ ആളുകൾക്കിടയിൽ മുസ്ലിം എന്ന വെറുപ്പിനെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കണം, ഹിന്ദു എന്ന വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കണം, ക്രൈസ്തവൻ എന്ന വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കണം. അതിന്റെ അനന്തരഫലമാണ് രാജ്യത്തൊരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതില് ഭീകരാക്രമണം നടത്തിയ ആളുകൾക്ക് മതപരമായിട്ട് യാതൊരു മൂല്യമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും യഥാർത്ഥ മുസ്ലിമിന പെഹൽഗാം എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴും ഈ മതം, അതായത് ഭീകരാക്രമണം നടത്തിയവരുടെ മതത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളായ നിഷ്കളങ്കരായ രാജ്യത്തെ അങ്ങേയറ്റം ഉത്കടമായി ഇഷ്ടപ്പെടുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടുകയും അപലപിക്കുകയും ചെയ്തത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയത്തിന് ഉൽപ്പന്നമാണ്. ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞു ഒരുപാട് നാളുകൾ കഴിഞ്ഞാലോ ഇവര് പറഞ്ഞു വെച്ച വാക്കുകളൊക്കെ അവിടെ സ്റ്റിൽ സ്റ്റക്ക്. അവിടെ ഇതിൽ സമൂഹത്തിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞു പെഹൽഗാം എന്ന് പറയുന്ന ഒരു അങ്ങാടിയിൽ നിന്ന് 6 കിലോമീറ്റർ മാറിയാണ് ഈ വിനോദസഞ്ചാരത്തിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മൈതാനം, ആ പ്ലേസ് വരുന്നത്. അവിടേക്ക് 6 കിലോമീറ്ററോളം നടക്കുകയോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് സവാരി ചെയ്യുകയോ, അതാണ് അവിടുത്തെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം. കുതിരപ്പുറത്ത് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. അദ്ദേഹത്തിന്റെ ഒരു കഥ ഒരു കഥ എന്നല്ല, ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഒരു കുട്ടിയുടെ ഉപ്പയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. അദ്ദേഹം സമ്പാദിച്ചു വരുന്ന ആ സമ്പാദ്യം അന്നം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമിത്രാദികൾ, മാതാപിതാക്കളുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ആ ഒരു പെഹൽഗാമിൽ നിന്ന് 6 കിലോമീറ്ററോളം ആളുകളെ വിനോദസഞ്ചാരികളെ സ്വീകരിച്ച് തന്റെ കുതിരപ്പുറത്ത് അഡ്വഞ്ചറായിട്ട് ആ പെഹൽഗാമിലെ പുൽമേടിയിലേക്ക് കൊണ്ടുപോകുന്നവനായിരുന്നു ആദിൽ ഹുസൈൻ ഷാ. അദ്ദേഹത്തിന്റെ ആ ഒരു ചെയ്തി നോക്കണേ നിങ്ങൾ. അവിടെ നിന്ന് ആ മനുഷ്യന് പാവപ്പെട്ട എത്രയോ ആളുകൾക്ക് അഭയമാണ്. ഒരു കുട്ടിയുടെ ഉപ്പയാണ്, ഭാര്യയുണ്ട്, വൃദ്ധരായ മാതാപിതാക്കളുടെ ഏക ആശ്രയമാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. ആ കുടുംബത്തിന്റെ ഏക തണലായ ആദിൽ ഹുസൈൻ ഷാ ഉജ്ജ്വലനായ, അല്ലെങ്കിൽ മതം അങ്ങേയറ്റം ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും 5 വക്ത് നിസ്കരിക്കുകയും കുടുംബത്തെ പുലർത്തുകയും മതനിഷ്ഠകൾ കൊണ്ടു നടക്കുകയും ചെയ്യാൻ. അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നവൻ ഹിന്ദുവാണോ ക്രൈസ്തവനാണോ ജൂതനാണോ എന്ന് നോക്കിയിട്ടല്ല അദ്ദേഹത്തിന്റെ തൊഴിൽ ചെയ്യുന്നത്. എല്ലാവരോടും ഇന്ത്യ എന്ന വിശാലമായ സ്വത്വത്തിന്റെ ഉള്ളിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു സംസ്കൃതി പുലർത്തുന്ന ഒരു യഥാർത്ഥ മുസ്ലിം, അവരാണ് മുസ്ലിം. ആദിൽ പഹൽഗാമിൽ നിന്ന് നിങ്ങൾ വായിച്ചെടുക്കേണ്ട മുസ്ലിം ആരെന്ന് ചോദിച്ചാൽ അവിടെ വെടിയുതിർത്തവനല്ല. ആ വെടിയുതിർത്തവന്റെ മുന്നിലേക്ക് ചാടി ആർക്കുനേരെയും നിങ്ങൾ വെടിയുതിർക്കരുത് എന്ന് പറഞ്ഞ് പൊരുതി വീരമൃത്യു വരിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷായാണ് അവിടുത്തെ മുസ്ലിം. ആ മുസ്ലിമിനെയാണ് നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലെ നമ്മളെ മതപരമായിട്ടുള്ള ശരിക്കും ഇവര് തീവ്രവാദികൾ എന്താണ് ഉദ്ദേശിച്ചത് അത് നടന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും രാജ്യം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ മതപരമായ ഭിന്നിപ്പല്ല. എങ്ങനെയാണ് ഈ വെടിയുതിർത്ത പട്ടാള വേഷമണിഞ്ഞു വന്ന ഭീകരർ എങ്ങനെയാണ് പെഹൽഗാമിലേക്ക് എത്തിയത്? എല്ലാവിധ സുരക്ഷിതത്വത്തിന്റെയും കൃത്യമായ മതിൽക്കെട്ടുകളുള്ള പട്ടാളക്കാരാൽ ധന്യമായി ഓരോ 100 മീറ്ററുകളിലും ഒരു പട്ടാളക്കാരനുണ്ടെന്ന് പറയുന്ന കാശ്മീരിന്റെ തെരുവിൽ എങ്ങനെയാണ് ഈ 6 ആളുകൾ ഈ പട്ടാള വേഷമണിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയും ഈ 30ഓളം ആളുകളെ നിഷ്ഠൂരമായി കൊല്ലുകയും ചെയ്തത് എന്നതാണ്. അവിടെ സുരക്ഷ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ചർച്ച. അതായത് ക്യാപ്റ്റൻ രവി ഉണ്ട്, മേജർ രവി, അദ്ദേഹത്തിന്റെ ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഒന്ന് ഈ ഒരു സ്ഥലം ഇത്രത്തോളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് നല്ല വേണം, സൈനിക വിന്യാസം വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അത് പ്രധാന റോഡ് മാർഗമാണ്, അതായത് പല ക്ഷേത്രങ്ങളിലേക്കും പല വഴികളിലോട്ടുള്ള ഒരു പ്രധാന റോഡ് മാർഗമാണ്. അതുകൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള സൈനിക സേവനം വേണമായിരുന്നു എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള, അതായത് ആ സമയത്ത് പോലും അവിടെ ആർമി കൃത്യമായിട്ട് അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറ്റാക്ക് നമുക്ക് കൃത്യസമയത്ത് നീക്കാൻ കഴിയും. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നത് നമ്മളെപ്പോഴും കണ്ടിട്ട് ടെററിസ്റ്റ് എപ്പോഴും എന്തായിരിക്കും ഒരു ആത്മഹത്യാ പ്രേരിതമായിരിക്കും. അതായത് നമ്മൾ മുമ്പ് അറ്റാക്ക് നടന്ന ആളുകളാണ് നോക്കി കഴിഞ്ഞാല് അവർ ഒരിക്കലും അറ്റാക്ക് കഴിഞ്ഞാൽ അവിടുന്ന് ജീവനോട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല.
അവിടെ അജ്മൽ അമീർ കസബ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പിടികൂടുന്നതും അങ്ങനെയാണ്. അതായത് അജ്മൽ അമീർ കസബിന് കേട്ടില്ലേ, ബോംബെയിലെ താജ് ഹോട്ടലിലെ ആക്രമണം ലീഡ് ചെയ്ത, അല്ലെങ്കിൽ അതിലെ ഏറ്റവും ആളുകളുടെ മുന്നിൽ തന്റെ മുഖം തുറന്നിട്ടിട്ടാണെന്ന് എന്റെ ഒരു നിർഭയത്തോടു കൂടി ആ കോറിഡോറിൽ നടന്നുകൊണ്ട് ആളുകൾക്ക് നേരെ വെടിയുതിർത്ത മനുഷ്യനാണ്. അപ്പോ അതായത് ജീവനാഹുതി വരുത്താൻ അവർ ഒരുക്കമായിട്ടാണ്, ഒരു ചാവർ സംഘമായിട്ടാണ് അവർ വരാറുള്ളത്. പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാല് അവർ കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് വേണ്ടി തെരച്ചിൽ നടക്കുന്ന സമയമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? ഒരു കാരണവശാലും ഇത്ര ആത്മഹത്യാ പ്രേരിതമായിട്ട് വരുന്ന ടെററിസ്റ്റുകൾ അറ്റാക്ക് നടത്തുന്നു, അവര് രക്ഷപ്പെടുന്നു. ഇത്ര സമയം കഴിഞ്ഞിട്ട് അവരെ ഏറ്റവും കൂടുതൽ പട്ടാളം വിന്യസിച്ചിരിക്കുന്ന കാശ്മീരിലെ അവരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20 ലക്ഷം 25 ലക്ഷത്തെ അവർക്ക് വേണ്ടി ഇനാം പ്രഖ്യാപിച്ചിട്ട്, എന്നിട്ട് അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ആർമിയുടെ അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ, നമുക്ക് ഇതുണ്ട്, റോ ഉണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്. കൃത്യമായിട്ട് നമുക്ക് നടത്താൻ അനലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ആളുകളുണ്ട്. ഇപ്പൊ ലഷ്കർ ഇ തൊയ്ബ ഇത് അറ്റാക്ക് നടത്തുന്നത് അവര് ഇത് ഏറ്റെടുത്ത് പറയുന്നു ഞങ്ങളാണെന്നുള്ളത്. അപ്പോ TRF എന്നുള്ള വിഭാഗമാണ്, ഉപവിഭാഗമാണ് ഇത് അറ്റാക്ക് നടത്തുന്നത്, ലഷ്കർ ഇ തൊയ്ബന്റെ. അപ്പോ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നിടത്ത് അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുന്നിടത്ത് പിഴവ് ഉണ്ടായിട്ടുണ്ടോ? ഈ അറ്റാക്കിന് വന്ന ആളുകൾ വന്ന വഴി ഒന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അവർ വന്ന് ജമ്മുവിൽ നിന്നും എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. ജമ്മു എവിടെ കിടക്കുന്ന നമുക്കറിയാം. അതായത് ഇന്ത്യയുടെ അതിർത്തി ഭാഗത്തോടെ, അതല്ലെങ്കിൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന, അതായത് കാശ്മീരിന്റെ ബോർഡറിനോടോ അല്ലെങ്കിൽ ചൈനയുടെ ബോർഡറിനോടോ അല്ല, പാകിസ്ഥാന്റെ ബോർഡറിനോടോ ചൈനയുടെ ബോർഡറിലോ അല്ല ഈ ഭാഗം വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഡൽഹിയുടെ ഭാഗത്തോട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ജമ്മു ഉള്ളത്. അപ്പൊ ഈ ജമ്മുവിൽ നിന്നും ജമ്മു എന്ന് നമുക്കറിയാം ശ്രീനഗർ വരുന്നു, ശ്രീനഗറിന് പെഹൽഗാം വരുന്നു. പെഹൽഗാമിന്റെ ഈ ഭീകരർ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഈ സഞ്ചാരത്തിലൊക്കെ നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ സൈന്യത്തിന്റെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൊക്കെ പഴുതുകളിലൂടെ അവർക്ക് പുറത്തു വരാൻ പറ്റിയെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി ആത്മവിചിന്തനം നടത്തണം. നമ്മൾ സുരക്ഷിതരല്ല, നമ്മളെ പട്ടാളമോ അല്ലെങ്കിൽ എവിടെയോ നമ്മുടെ ബ്യൂറോക്രസിയോ ഏതെങ്കിലും അർത്ഥത്തിൽ പഴുതൊരുക്കി കൊടുത്തോ എന്ന് വരെ നമുക്ക് സംശയിക്കാൻ ഇടയുണ്ട് ഈ വിഷയത്തിൽ. അവരുടെ പിഴവുകൾ ഇവിടെ കാണാൻ കഴിയും, വ്യക്തമായിട്ട് കാണാൻ കഴിയും. പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരും അറ്റാക്ക് നടന്ന പെഹൽഗാമും ഇന്ത്യൻ പാക് ബോർഡറും, അതായത് കാർഗിലേക്ക് അവിടുന്ന് 250 പരം കിലോമീറ്റർ ഉണ്ട്. എന്തായാലും അവരെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും കിലോമീറ്റർ പോയിട്ട് ഇപ്പോഴും രക്ഷപ്പെടാൻ കഴിയൂല. കാരണം 250 കിലോമീറ്റർ അറ്റാക്ക് നടന്ന 2 മണിക്കൂർ കൊണ്ട് ഇവർക്ക് എന്തായാലും കടക്കാന്നുള്ളത് പോസിബിളേ അല്ല. എങ്ങനെ തലകുത്തി പറഞ്ഞാലും ആലോചിക്കാൻ കഴിയില്ല. പക്ഷെ അവരിപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ സ്ലീപ്പിംഗ് സെല്ലിൽ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? അതായത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ, അതായത് ഞാൻ പറയുന്നത് മുസ്ലിംസ് അല്ലാതെ ഇത്ര പൂർണ്ണമായിട്ടും തീവ്രവാദികൾ പ്രത്യേകിച്ച് മതമൊന്നുമില്ല. തീവ്രവാദത്തിന്റെ മതം തീവ്രവാദം മാത്രമാണ്. അപ്പോ ഈ ആളുകൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ ആര് സഹായിച്ചു? എന്തുകൊണ്ട് അവരെപ്പോഴും പിടികൂടാൻ കഴിയുന്നില്ല? ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത് വളരെ വസ്തുതയായിട്ടാണ്. പിന്നെ അതിലാണ് മുൻ മേജർ ജനറൽ ജഡി ബക്ഷി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യൻ ആർമിയിൽ 3 വർഷത്തോളമായിട്ട് റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ല എന്നാണ്. അതായത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പുത്രകളത്രാദികളുമായിട്ട് സർവ്വ രാജ്യങ്ങളിലൂടെയും, ഒന്നുകൂടി പറയണേൽ യഥാർത്ഥ ലാംഗ്വേജ് ആ ഒരു ചെയ്തിക്ക് വെക്കണേ, തെണ്ടുന്നവരായിട്ട് മാറുമ്പോഴും രാജ്യത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് സുഖലോലുപതയിലൂടെ നടക്കാൻ പറ്റുന്നുവെങ്കിൽ അവർക്ക് പാർട്ടി ഓഫീസുകൾക്ക് കൊള്ളയടിക്കാൻ കുംഭകോണങ്ങൾ നടക്കുകയും തന്റെ ആദാനിക്കും അംബാനിക്കും വേണ്ടി നിർലോഭം ഖജനാവുകൾ തുറന്നിട്ടു അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് പൊതുഖജനാവും പൊതു സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്യുമ്പോൾ രാജ്യത്തിന് സുരക്ഷ കൊടുക്കേണ്ട ബാധ്യതയുള്ളവർ ഇപ്പോൾ 3 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സ്നേഹത്തിന്റെ പാൽക്കടങ്ങൾ ഒടുക്കുകയും രാജ്യസ്നേഹം ഗീറോ പ്രസംഗം നടത്തുകയും രാജ്യത്തോട് വലിയൊരു പ്രതിബദ്ധതയും ഉള്ളവർ ഞങ്ങളാണെന്ന് സ്വയം ആ കുപ്പായം എടുത്ത് അണിയുകയും ചെയ്യുന്നവർ 3 വർഷമായിട്ട് എന്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല? എത്രയാണ് അവിടെ ഒഴിവ് കിടക്കുന്നത്? 1,80,000-ഓളം ഒഴിവാണ് സൈന്യത്തിൽ കിടക്കുന്നത്. എന്തുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല? ആത്യന്തികമായി ഞാൻ ഒന്നുകൂടി പറയാം, ഒരു കാര്യം കൺഫ്യൂഷ്യസിനോട് ചോദിക്കുന്നുണ്ട്. ഒരു ഭരണകൂടത്തിന് ഏറ്റവും ആത്യന്തികമായിട്ട് എന്താ വേണ്ടത്? അതിൽ പറയുന്നത് കൺഫ്യൂഷ്യസ് ഒന്നാമതായിട്ട് കൺഫ്യൂഷ്യസ് എന്ന മഹാജ്ഞാനി എണ്ണുന്നത് രാജ്യത്തിന് ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന് ശത്രുചേരികളിൽ നിന്ന് ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധ നിരയെ അല്ലെങ്കിൽ ഒരു സൈന്യത്തെ വേണം എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിൽ ഒന്നാമതായി എണ്ണിയത് ഇതാണ്. പക്ഷെ അതിൽ പോലും വീഴ്ചയാണ്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന. കാരണം ഇന്ത്യ
പാക് അതിർത്തിയിൽ എപ്പോഴും നമ്മൾ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സ്ഥലമാണ്. അതെ. ഇന്ത്യ ചൈന ശത്രുക്കളാണ്. ഇന്ത്യ ചൈന ബോർഡറിലെ ചൈന നമ്മുടെ എത്രയോ ലാൻഡ് കൈയടക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ അത് ചോദ്യം ചെയ്യാനോ ഇതാക്കാനോ ഒരു പ്രതിരോധം ഉയർത്താൻ ഇപ്പോഴും ഇന്ത്യ ശ്രമിച്ചിട്ടില്ല. അതിനുള്ള ധൈര്യം നരേന്ദ്രമോദിക്ക് ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ അവിടേക്കാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയെ സ്മരിച്ചു പോകുന്നത്. അയൺ ലേഡി എന്നൊക്കെ ആണെങ്കിലും പാകിസ്ഥാനെ എന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പറയുന്നുണ്ട് അമേരിക്കക്ക് തന്റെ കപ്പൽ വിടാതിരിക്കാം, പക്ഷെ എന്റെ രാജ്യ അതിർത്തിയിലേക്ക് കടക്കുന്നവർ തിരിച്ചു പോകണ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെ ഒരു ചങ്കുറ്റത്തോടെ പറയുന്ന ഒരു പ്രധാനമന്ത്രി എന്താ പറയുക, 56 ഇഞ്ച് നെഞ്ചളവും അതിന് കുറച്ച് തള്ളും. ശരിക്കും ഒരു PR വർക്കോ ശരിക്കും അതേ ഉള്ളൂ. ഇപ്പോ എനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ള തോന്നിയിട്ടുണ്ട്, അമേരിക്കന്ന് ഒരുപാട് ആളുകളെ ഇന്ത്യൻ വംശജരെ വിലങ്ങ് വെച്ചിട്ട് ഇതൊരു കുറ്റവാളികളെ കൊണ്ടുവരുന്ന പോലെ ചെങ്ങലയിൽ വിലങ്ങ് വെച്ചിട്ട് അവരെ കൊണ്ടുവരുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ആ കാഴ്ച കണ്ടിട്ട്. പക്ഷെ അതിനെതിരെ ഒരു വാക്ക് പോലും നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ പറയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള അതന്നെ. ഇപ്പൊ എനിക്ക് തോന്നിയത് അവരെന്തുകൊണ്ട് സൈനിക റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല. അഗ്നി എന്ന് പറയുന്ന സൈനിക റിക്രൂട്ട്മെന്റിന്റെ പേരിലാണ് അവർ ഈ ഒരു ഇപ്പൊ തോന്നുന്ന സൈന്യത്തിലോട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്താതെ. പക്ഷെ അത് ആളുകൾ എതിർക്കപ്പെടുന്നു. ഈ ആളുകൾ എതിർക്കപ്പെടുന്നു. ഓക്കെ, എന്നാ പുതിയൊരു ബദൽ സംവിധാനം വെച്ചിട്ട് ഈ ഇതാക്കണ്ടേ. കാരണം നമ്മളെപ്പോഴും മുൾമുനയിൽ നിൽക്കുന്ന നമ്മുടെ എല്ലാ ധൈര്യമാണ് ആർമി, ഇന്ത്യൻ ആർമി എന്നുള്ളത്. നമ്മള് എവിടെയോ പറഞ്ഞ പോലെ നമ്മൾ കിടന്നുറങ്ങാൻ നമുക്കൊരു ധൈര്യമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ബോംബുകൾ അയൽരാജ്യം വിക്ഷേപിക്കില്ല എന്ന ആത്മധൈര്യം നൽകുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന പട്ടാളക്കാരൻ അതിർത്തികളിൽ കാവൽ ഭടന്മാരായി കാവൽ സന്നദ്ധമായി നിൽക്കുന്നു, ഉറക്കമൊഴിച്ച് ഏത് പ്രതിബന്ധങ്ങളെ അതിജയിക്കാൻ പ്രതിബദ്ധരായി അവിടെ നിൽക്കുന്നു എന്നതാണ്. ഇന്ത്യയിലെ ലോകത്ത് തന്നെ വേൾഡ് നമ്പർ 1 ഇന്ത്യൻ ആർമി ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ലോകത്തെ നമ്പർ 1 ആർമിയുടെ ലിസ്റ്റ് എടുത്താൽ 3-ാം സ്ഥാനം ഇന്ത്യക്കാണ്. പൊസിഷന് ഇന്ത്യൻ ആർമിക്കാണ്. ഇത്രയും സെറ്റപ്പ് ആയിട്ടുള്ള നമ്മുടെ ആർമി ഉണ്ടായിട്ട് പോലും നമ്മൾ ഇങ്ങനെ ഈ ഒരു ആർമിയുടെ വീഴ്ച വരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. ഏതായാലും ഇന്ത്യൻ ആർമിയിൽ നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. രാജ്യത്തിന്റെ ഈ മുറിവിനെ തിരിച്ചടിക്കാൻ അത് പാകിസ്ഥാനാണ് ചെയ്തതെങ്കിൽ പാകിസ്ഥാന് നേരെ തക്കമായ മറുപടി കൊടുക്കാൻ, അതിന് ഇനിയൊരു അറ്റംപ്റ്റ് നടത്താനാകാത്ത വിധം അവർക്ക് തിരിച്ചടി കൊടുത്ത് അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താനുള്ള ഒരു കരുത്ത് നമ്മൾ കാണിക്കായിട്ടുണ്ട്. ഇപ്പൊ പുൽവാമ ആക്രമണം നടന്ന 10-12 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ ആർമി പാകിസ്ഥാന്റെ ബോർഡറിനകത്ത് പോയിട്ട് അവിടെ തിരിച്ചടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ട് നമ്മൾ ഈ വാർത്ത പുറത്തു വിടുമ്പോഴാണ് പാകിസ്ഥാൻ പോലും ഈ കാര്യം അറിയുന്നത്. എന്തായത് ഇന്ത്യ ഇവിടെ വന്ന് അറ്റാക്ക് നടത്തി പോയിട്ട് രോമങ്ങൾ നീച്ചിക്കോ, അതായിരിക്കും നമ്മുടെ അവസ്ഥ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോ മിസ്റ്റേക്ക് ആണ്, പക്ഷെ തിരിച്ചടിക്കണം. ഇപ്പൊ അതിന് കഴിയും, നമുക്കൊരു ശുഭാപ്തി വിശ്വാസം. നമ്മൾ അങ്ങനെ തിരിച്ച് അറ്റാക്ക് നടത്തിയിട്ടല്ല. സർജിക്കൽ സ്ട്രൈക്കുകളുടെ കിങ് ആണ്. അതായത് നമ്മുടെ പാരാ കമാൻഡോ, കൂർഗ, ഇതിനുള്ള ഓരോ വിങ്ങിനെ അവരൊക്കെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ സ്കിൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏതൊരു ഇന്ത്യൻ പൗരനും കോരിത്തരിക്കാൻ മാത്രമുള്ള സ്കില്ല് അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഒരു ആഭ്യന്തര അല്ലെങ്കിൽ ഇന്റർനാഷണലി ബ്രേക്ക് നമുക്ക് കിട്ടുമെന്നുള്ളത് ഇന്ത്യക്ക് കൂടുതലും ഇപ്പൊ സപ്പോർട്ടാണ്. അതായത് പാകിസ്ഥാന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ചൈന നമ്മ കൂടെയാണ്, റഷ്യ കൂടെയുണ്ട്. റഷ്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ചൈന പറഞ്ഞിട്ടുണ്ട്, UK പറഞ്ഞിട്ടുണ്ട്, USA പറഞ്ഞിട്ട്, ഇസ്രായേൽ പറഞ്ഞിട്ട്, എല്ലാ വിവിധ UAE പറഞ്ഞിട്ട്, ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള UAE പറഞ്ഞിട്ടുണ്ട്, സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും എന്തെന്ത് ഇന്ത്യക്ക് സപ്പോർട്ടാ. അപ്പൊ നമ്മളൊരു കൃത്യമായിട്ടുള്ള തിരിച്ചടി നേരിട്ടാൽ പോലും നമുക്ക് എല്ലാവരും വേൾഡ് രാജ്യങ്ങൾ തിരിച്ചടി നൽകിയാൽ വേൾഡ് രാജ്യങ്ങൾ എന്തായിരിക്കും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കേറി മേയാനുള്ള സമയമാണ് എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യൻ ആർമിക്ക് അതിന് സാധിക്കട്ടെ. ഈ പൊലിഞ്ഞു പോയിട്ടുള്ള 29 ജീവനുകളെ പോയ ജീവനുകൾ നമുക്ക് വിലപ്പെട്ടതാണ്. രാജ്യം അതില് ഇന്ത്യക്കാർ ഉൾപ്പെടെ, ഇന്ത്യക്കാർ മാത്രമല്ല വിദേശ പൗരന്മാര് വരെയുണ്ട്. ഫ്രാൻസിന്റെ ഇറ്റലിയുടെയൊക്കെ പൗരന്മാരുണ്ട്. അപ്പോ ഈ ഒരു അറ്റാക്ക് നടന്ന സ്ഥാനത്ത് നമ്മൾ അപലപിക്കുന്നു. ഇന്ത്യൻ ആർമിക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഏതായാലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭീകരരുടെ ഈ ആക്രമണത്തോടു കൂടി ഒരു കറുത്ത അധ്യായം
എന്നതിനെ നമുക്ക് മായ്ച്ചു കളയത്തക്ക രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയട്ടെ. അതേപോലെ ശാന്തസുന്ദരമായ ഇന്ത്യയുടെ ആ പറുദീസയെ, ലോകത്തെ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ കാശ്മീർ ആകുന്നു എന്ന് പറഞ്ഞ ആ കാശ്മീരിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാനും അവിടെയുള്ള സ്വൈര്യ വ്യവഹാരങ്ങൾക്കും അവിടെയുള്ള മനുഷ്യർക്കും മനോഹരമായ ഒരു സുരക്ഷിതത്വത്തോടുകൂടി ഇന്ത്യയിൽ അധിവസിക്കാൻ അവർക്ക് കഴിയട്ടെ. അതിന് ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ ഭരണകൂടത്തിനും കഴിയട്ടെ. ഇവിടെ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ആ പായം അടക്കി വെക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അവർക്ക് പഠിക്കാൻ അവർക്ക് പഠിക്കാൻ സെയ്ദ് ആദിൽ ഹുസൈൻ ഷായിൽ നിന്ന് പഠിക്കാനുണ്ട്. അവർക്ക് ആ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കേട്ട ആ മനോഹരമായ വാക്കുകളിൽ നിന്ന് പഠിക്കാനുണ്ട്. അവരാണ് മുസ്ലിങ്ങൾ, അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. മുസ്ലിം എന്ന അപരദേശം ഉണ്ടാക്കാൻ, ഒരു വെറുപ്പുൽപാദനം ഉണ്ടാക്കാൻ ആരെങ്കിലും കൃത്രിമമായി ശ്രമിച്ചാൽ ആ ശ്രമം ഇന്ത്യയിൽ നടക്കില്ല. കാരണം ഇത് ഗാന്ധിയുടെ മണ്ണാണ്, ഇത് നെഹ്റുവിൻ്റെ മണ്ണാണ്. അതുകൊണ്ട് ഇവിടെ മനോഹരമായ സാഹോദര്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും നട്ടുച്ചയിൽ ഈ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് ഇനിയും കാണാം. ഗുഡ് ബൈ.